ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു വൈകുന്നേരത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇവിടേക്ക് ഗണേശ പൂജ നടക്കുവാണ്. അപ്പോൾ ആദ്യത്തെ ദിവസമായിരുന്നു. അപ്പം ആദ്യത്തെ ദിവസം ഞങ്ങളൊന്ന് കാണാൻ പോയതായിരുന്നു. ഇവിടെ മുക്കിന് ഓരോ സ്ഥലത്തും അവർ ഇതുപോലെ മന്ദിരമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഗണപതിയെ വെച്ച് അവർ പൂജിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 9 ദിവസവും 7 ദിവസവും കഴിയുമ്പോഴത്തേക്ക് അതുവരെയും ഇവിടെ ആഘോഷങ്ങളൊക്കെയാണ്. എന്നും വൈകുന്നേരങ്ങളിൽ പിന്നെ പ്രസാദവും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഒരു ഗണപതി ക്ഷേത്രമാണ്. ആദ്യം പിന്നെ നമ്മൾ ഇവിടെയാണ് പോയത്. ഇത് നമ്മൾ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം നമ്മൾ അവിടേക്ക് ഇരുന്നു. ഭജന ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒഡിയ ലാംഗ്വേജിലാണ് അവിടെ ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ നോക്കിയപ്പോൾ കുറേ പശുക്കളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നേ. ഇവിടെ നോക്കിയാൽ ഇവിടെ പശുക്കളുണ്ട്. അപ്പം ഇവരൊന്നും കെട്ടിയിടത്തില്ല, തൊഴുത്തൊന്നുമില്ല ഇവർക്ക്. ഇങ്ങനെ അവത്ത് വിട്ടേക്കുവാണ്. പാല് കറക്കുന്ന സമയമാകുമ്പോൾ അവർ വീട്ടിൽ പോകും. അതുപോലെയാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു സ്ഥലമായിരുന്നു. ഇവിടെയും അടിപൊളിയായിരുന്നേ കാണാൻ. ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് പ്രസാദവും അതും ഇതൊക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ട് മന്ദിരം ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്താണ് കേട്ടോ ഇതിനെ ഗണപതിയെ പ്രതിഷ്ഠിച്ചേക്കുന്നത്. ഇതൊക്കെ അവർ എടുത്തുകൊണ്ട് പോകും വിസർജനത്തിൻ്റെ ദിവസം. ഈ 7-9 ദിവസം പൂജ എന്തുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അവർ എടുത്തുകൊണ്ട് പോകുമേ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ നിന്നു. അവിടെയും കിച്ചടിയൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രസാദം ഉണ്ടായിരുന്നു. അതായത് ഫ്രൂട്ട്സൊക്കെ ഒരു പാത്രത്തിനകത്ത് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ആവശ്യാനുസരിച്ച് നമുക്ക് എടുത്ത് കഴിക്കാം. അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഫുള്ള് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഈ മന്ത്രിൻ്റെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ തെർമോക്കോളിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അങ്ങനെ പിന്നെ ഇവിടെയെല്ലാം എന്താണ് പറയുന്നത്, ഇവിടെ കൂടുതലും വെസ്റ്റ് ബംഗാളിലെ ആൾക്കാരാണ് കൂടുതലും. ഇങ്ങോട്ട് എന്താണ് സ്ഥലം കയറി പാർത്തവരാണ് എന്നാണ് പറയുന്നത്. പണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കാടുകളായിരുന്നു. അവിടുന്ന് പിന്നെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ താമസിച്ച് വെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും ബംഗാളീസാണ്. ഒറിയക്കാരത് ഒഡീഷക്കാരെക്കാളും കൂടുതൽ ഇവിടെ ബംഗാളീസാണ് കൂടുതലുള്ളത്. ഇപ്പോൾ കണ്ടോ, ഒരു പാത്രത്തിനകത്ത് ഫ്രൂട്ട്സൊക്കെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടാണ്. അപ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് പ്രസാദമായിട്ട്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നും കൊണ്ട് കുറച്ച് ഫോട്ടോ എടുക്കൽ പ്രഹസനമൊക്കെ നടത്തിയിട്ട് പിന്നെ നമ്മൾ അപ്പോഴും എൻ്റെ കുഞ്ഞു മോൻ അവിടെ നിന്ന് വിളിക്കണം ഗണപതിയുടെ അടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി വരെ. അവൻ ഇച്ചിരി അവൻ കുറച്ചിതാണ്. അങ്ങനെ ഇത് മൂന്നാമത്തെ സ്ഥലത്താണ്. മൂന്നാമത്തെ സ്ഥലത്ത് ഇതുപോലെയായിരുന്നേ. നല്ല രസമായിരുന്നു കാണാനൊക്കെ. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ അധികം ഇവിടെ അങ്ങനെ പ്രസാദമൊന്നുമില്ലായിരുന്നു. ഒരു ചെറിയൊരു ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിനടുത്തേന് വേറൊരെണ്ണമാണ്. അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഈ മിക്കി മൗസ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഇത് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുമായിരുന്നേ. പിന്നെ അങ്ങനെ ഒഡിയ പാട്ടിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാട്ടൊന്നും കേട്ടാൽ മനസ്സിലാവത്തില്ല. പിന്നെ ഹിന്ദി പാട്ടിലും പിന്നെ അവസാനം ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം. പിന്നെ എന്തായാലും അവർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ അവർ ഇതിനകത്തൊക്കെ കയറി മറിഞ്ഞു കുറേ നേരം. 50 രൂപ എന്തോ ആയിരുന്നു. അപ്പോൾ ഈ ഇളയാളിന് വേണ്ടാന്ന് പറഞ്ഞു പൈസ കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവരും എന്തായാലും ഹാപ്പിയായി. അവർക്ക് പിന്നെ ഇങ്ങനെ ചാടിത്തുള്ളണ സാധനമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവരൊക്കെ ഹാപ്പിയാണല്ലോ. പിള്ളേർക്ക് പിന്നെ അതൊക്കെ മതിയല്ലോ. അങ്ങനെ കുറേ നേരം അതൊക്കെ നിന്ന് കണ്ടുകൊണ്ടൊക്കെ നിന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗണപതി ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിട്ട്. അപ്പോൾ ഇതാണ് ഇവിടെ കുറച്ച് ഇങ്ങനെ ഭൂതമൊക്കെ ഇങ്ങനെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ട് ഇതൊക്കെ എന്തിനാണോ എന്തോ വെച്ചത് കേട്ടോ. അതെനിക്ക് മനസ്സിലായില്ല. ഗണപതിയുടെ ഇതിൽ പിന്നെ അവിടെ കുറേ എന്താണ് മൃഗങ്ങളെയൊക്കെ എനിക്ക് തോന്നുന്നത് എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം, അറിയത്തില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്ഥലത്ത് പോയി. അടുത്ത സ്ഥലത്ത് ഇതായിരുന്നു ഇത് കേട്ടോ. അങ്ങനെ നമ്മളൊരു 7 സ്ഥലത്തും കണ്ട് എന്തോ പോയി കേട്ടോ. പൂജയൊക്കെ കഴിഞ്ഞായിരുന്നു ഇവിടുന്ന് ഒരു കിച്ചടിയൊക്കെ കിട്ടിയായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ പച്ചക്കറിയൊക്കെ ഇട്ട് നമ്മുടെ നാട്ടിൽ അയ്യപ്പക്കഞ്ഞി പ്രത്യേകം തരുമല്ലോ. അതായത് കഞ്ഞി വേറെ കറി വേറെ. ഇത് രണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്തൊരു സംഭവമായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നെ അവിടെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു സ്ഥലത്ത്. ഉത്സവം പോലെയാണ് ഇവിടെ കേട്ടോ. ഇവിടെ ഒരു വലിയ ആഘോഷമാണ് ഈ ഒരാഴ്ച. അപ്പോൾ ഈ ഒരാഴ്ച ഫുള്ള് ഫ്രൂട്ട്സ് ആയാലും തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയൊക്കെയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഈ സമയം നിങ്ങളിവിടെ നോൺ വെജ് ഒന്നും ആരും കഴിക്കത്തില്ല. അങ്ങനെ ഇത് അടുത്ത സ്ഥലമാണ്. അടുത്ത സ്ഥലത്ത് പിന്നെ അവിടെ പോയി ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്ഥലം വേറൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും എല്ലാ സ്ഥലവും 2-3 സ്ഥലമൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ. അവിടെയൊക്കെ നല്ല തിരക്കായതുകൊണ്ട് വണ്ടി ഒതുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവിടെയൊന്നും കയറിയില്ല. അങ്ങനെ ഇവിടേക്ക് കയറി. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.